തീർച്ചയായും വിജിലൻസ് കോടതിയിൽ വിജിലൻസ് ഉന്നയിച്ച നിലപാടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ ജീവൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ജീവൻ, നാടുറ്റുനോക്കുന്ന ഒരു നിർണായകമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വാർത്ത ക്രോഡീകരിക്കാനാണ് മാധ്യമപ്രവർത്തകർ അവിടെ എത്തിയത്. അവിടെ മാധ്യമപ്രവർത്തകരെ പുറത്താക്കിയെന്ന വാർത്തയും വരുന്നുണ്ട്. അജിംഷാദ്, മാധ്യമപ്രവർത്തകർ ഒരു പറ്റം മാധ്യമപ്രവർത്തകരാണ് ഇന്നിപ്പോൾ അവിടെ എത്തിയത്. വിജിലൻസ് കോടതിയുടെ വിധി കേൾക്കുന്നതിന് വേണ്ടിയായിരുന്നു മാധ്യമപ്രവർത്തകർ അവിടെ എത്തിയത്. എന്നാൽ മാധ്യമപ്രവർത്തകർ പിന്നെ അവിടെ എത്തിയപ്പോൾ അവരോട് അഭിഭാഷകർ പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് മാധ്യമപ്രവർത്തകർ പുറത്തേക്ക് പോവുകയായിരുന്നു. വേറെ ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉള്ളതായിട്ട് നിലവിൽ അറിയില്ല. ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ അകത്തു നിന്നും ചില നിർണായകമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് തീയതിയിലേക്ക് നിലവിൽ 17-ാം തീയതിയിലേക്ക് ഈ കേസ് മാറ്റിയിരിക്കുകയാണ്. 17-ാം തീയതി ഈ കേസിൽ ഏതൊക്കെ തരത്തിലുള്ള നടപടികളാണ് ഈ കേസിൽ സ്വീകരിച്ചത് എന്ന് പറയണമെന്ന് വിജിലൻസ് കോടതി ഉത്തരവിട്ടു. കേസ് പരിഗണിക്കുന്നത് 17-ാം തീയതിയിലേക്ക് മാറ്റി. നിലവിൽ പ്രാഥമികമായ ഒരു അന്വേഷണം ആരംഭിച്ചതായി വിജിലൻസിന്റെ അഭിഭാഷകൻ KD ബാബു തിരുവനന്തപുരം കോടതിയെ അറിയിച്ചു, വിജിലൻസ് കോടതിയെ അറിയിച്ചു. തുടർന്ന് ഈ കാര്യത്തിൽ പ്രാഥമികമായ ഒരു അന്വേഷണമാണ് നടത്തുന്നത്. FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. തുടർന്ന് വിജിലൻസിന്റെ അഭിഭാഷകൻ ചില പരാതിക്കാരനോടായി ചില കാര്യങ്ങൾ പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിജിലൻസിനെ സമീപിക്കാമായിരുന്നു. കോടതിയാണ് ഇദ്ദേഹം സമീപിച്ചത്. അതുകൊണ്ട് അതിൽ വ്യക്തതയില്ല. മറ്റൊരു സുപ്രധാനമായ വാർത്ത അജിംഷാദ്, 17-ാം തീയതി തന്നെ ഇതേ സമാനമായ പരാതിയിൽ UDF സർക്കാരിന്റെ കാലത്ത് നടന്ന നിയമനങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് കറിയ വിഭാഗം നേതാവായ AH ഹാഫിസ് ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ പരാതിയും വിശദമായ വാദം കേൾക്കുന്നതിനായി 17-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്തരം രണ്ട് വാർത്തകൾ കൂടിയാണ്. അതായത് UDF കാലത്തെ വിഷയങ്ങൾ കൂടി അതിലേക്ക് എത്തുന്നു. അതായത് പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് വിജിലൻസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഒന്ന്. രണ്ട്, ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് 17-നകം സമർപ്പിക്കണം എന്ന് കോടതിയാണോ ആവശ്യപ്പെട്ടത്? തീർച്ചയായും കോടതി തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം 17-ാം തീയതി ഈ കാര്യത്തിൽ നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികളിൽ വിശദാംശങ്ങൾ അറിയിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം UDF സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുള്ള ബന്ധു നിയമന വിവാദങ്ങളിലുള്ള പരാതി AH ഹാഫിസ് എന്ന് കോടതി മുമ്പാകെ പറഞ്ഞു. ആ പരാതിയും 17-ാം തീയതി കോടതി പരിഗണിക്കുന്ന വിശദമായ വാദം കേൾക്കുന്നതിനായി 17-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജീവൻ, ഇതിന്റെ ഗൗരവം ചോർന്നു പോകാതെ തന്നെ, അതായത് ഇത്തരം നാട് ആവശ്യപ്പെടുന്ന ഒരു വാർത്ത ശേഖരിക്കാനായി അവിടെ എത്തിയ മാധ്യമ പ്രവർത്തകർക്ക് വാർത്ത ശേഖരിക്കാനാകാത്ത വിധം കോടതിയിൽ നിന്ന് പുറത്താക്കുന്ന സംവിധാനം ഉണ്ടായോ? അങ്ങനെയെങ്കിൽ അത് ആര് ചെയ്തു? അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ തരൂ. അജിംഷാദ്, ഒരു പറ്റം മാധ്യമപ്രവർത്തകരാണ് അവിടെ എത്തിയിരുന്നത്. ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ നിലവിൽ വിജിലൻസ് ആസ്ഥാനത്താണ് നിൽക്കുന്നത്. എന്നാൽ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർ അവിടെ എത്തിയിരുന്നു, കോടതിയിൽ എത്തിയിരുന്നു. അവർ വാർത്തകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് വിജിലൻസ് കോടതിയിലെത്തിയത്. എന്നാൽ വിജിലൻസ് കോടതിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കുവാൻ അവർ തയ്യാറായില്ല. അവർ പുറത്തേക്ക് പോകണമെന്ന് അഭിഭാഷകർ സംഘടിതമായി ആവശ്യപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ എത്തി തുടർന്ന് അഭിഭാഷകർ ആക്രോശവുമായി വരുന്ന കയ്യേറ്റത്തിന് തുനിയുന്ന സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകർ പുറത്തേക്ക് പോവുകയായിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. തീർച്ചയായും ആ ഘട്ടം കൂടി വളരെ ഗൗരവമായ സാഹചര്യം. ഒരുപക്ഷെ ശ്രീ ഭാസുരേന്ദ്ര ബാബു, വിവരങ്ങൾ കോടതിയിൽ നിന്നും എത്തുന്നത് ഇങ്ങനെയാണ്: പ്രാഥമികമായ അന്വേഷണം തങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിന്റെ ഘട്ടത്തിലാണ്. 17-ാം തീയതി വിശദമായ റിപ്പോർട്ട് നൽകാൻ കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. FIR രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. ഇതാണ് കേസുമായി ബന്ധപ്പെട്ട മെറിറ്റ്. ആദ്യം നമുക്ക് അതിലേക്ക് പോകാം, മാധ്യമപ്രവർത്തകരുടെ വിഷയം വരുന്നതിന് മുമ്പ്. അല്ല, അതിൻ്റെ സഹജമായ രീതികളാണ് ഒരു കേസ് വരുമ്പോൾ ഉണ്ടാകുന്നത്. അതിനകത്ത് ആ കേസിനെ സംബന്ധിച്ച് 17-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു കോടതിക്ക് പറയാം. തീർച്ചയായും ഒപ്പം ഒരു കാര്യം കൂടി, അതായത് വളരെ ഗൗരവമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് നാട് ആഗ്രഹിക്കുന്നു. ഇത് എത്തിക്കാനുള്ള അറിയാനുള്ള അവകാശം കൃത്യമാകുന്നത്, ഒരുപക്ഷെ പ്രകടമാകുന്നത് ഇത്തരം നിമിഷങ്ങളിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരിട്ട സംഭവ വികാസങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറയാം, ആദ്യഘട്ടത്തിലെ ചോദ്യത്തിന് അജീംഷാദ് ചോദിച്ചതിന് നമുക്കൊക്കെ അറിയാവുന്നത് മാതിരി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി, കോടതിയുടെ മുന്നിൽ ഈ കേസ് വരുമ്പോൾ ഇങ്ങനൊരു അപ്പോയിൻമെൻറ്റ് നിലനിൽക്കുന്നില്ല, റദ്ദ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. അങ്ങനെ അന്വേഷിക്കുന്ന ഏജൻസി, അന്വേഷിക്കേണ്ട ഏജൻസി തന്നെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വഴി, അന്വേഷണം ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് വഴി കോടതിയെ സംബന്ധിച്ച് ആ പ്രശ്നം
തൽക്കാലം പരിഹരിക്കപ്പെടുന്നുണ്ട്. കാരണം അത്ര ഹ്രസ്വമായ സമയത്ത് ഗൗരവതരമായ കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കാലവിളംബമോ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അത് പറ്റില്ല എന്ന നിലപാടോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല എന്ന് വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അന്വേഷിക്കാൻ പോകുന്നു. അപ്പോൾ ആ ഇഷ്യൂ പരിഹരിക്കപ്പെടുന്നു. അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ കോടതിയുമായി ബന്ധിപ്പിച്ച് വരുന്ന ഏതെങ്കിലും സാഹചര്യത്തെക്കുറിച്ച് ഇപ്പോൾ പാർട്ടിക്ക് തന്നെ ആലോചിക്കേണ്ടതില്ല 17-ാം തീയതി വരെ. അതിന് ഒരു കാര്യം. മറ്റൊരു കാര്യം, ഇതേ കോടതിയിൽ തന്നെ ഇതേ വിജിലൻസിൻ്റെ മുന്നിൽ തന്നെ കഴിഞ്ഞ സർക്കാർ നടത്തിയ അപ്പോയിൻമെൻറ്റുകൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അളിയനെ നിയോഗിച്ചത് നിയമം മാറ്റിക്കൊണ്ടാണ്. നിയമം തന്നെ പരിഷ്കരിച്ചാണ്. ഭേദഗതി ചെയ്യുമ്പം ഒരു എന്താ പറയുക, ഒരു പരീക്ഷ നടത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്ത ആൾക്ക് മിനിമം 10 വർഷത്തെ അധ്യാപന ജീവിതമുണ്ട്. അതുപോലും ഇല്ലാതെയാണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പാർട്ടിയുടെ ഒരാളെന്ന നിലയ്ക്ക്, മുഖ്യമന്ത്രിയുടെ ബന്ധു എന്ന നിലയ്ക്ക്. അപ്പം ശരിക്കും പറഞ്ഞാൽ ബന്ധുബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യോഗ്യതയില്ലാതെ അയാൾ വന്നിരിക്കുന്നത്. അതടക്കം പരിശോധിക്കണമെന്ന ഇത് 17-ാം തീയതി പരിശോധിക്കുന്നുണ്ടോന്ന്. ഇനി താങ്കൾ സൂചിപ്പിച്ച മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിലേക്ക് വരാം. മാധ്യമപ്രവർത്തകരുടെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ചീഫ് ജസ്റ്റിസും മുഖ്യമന്ത്രിയും തമ്മിൽ പരിഹരിച്ച ഒരു കാര്യം നേരിടാൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനെ നള്ളീഫ് ചെയ്യാൻ 5-6 മാധ്യമ ഈ വക്കീലന്മാർക്ക് എങ്ങനെയാണ് കഴിയുക? അഭിഭാഷകർക്ക് അത് കഴിയുകയില്ല. മാത്രമല്ല, അഭിഭാഷകരല്ല കോടതി എന്ന് പറയുന്നത്. ഒരു മജിസ്ട്രേറ്റ് കോടതിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജഡ്ജിൻ്റെ കോടതിയാണ്, ജഡ്ജാണ് അവിടുത്തെ അതോറിറ്റി. ആ ജഡ്ജ് പറയുമ്പോൾ മാത്രമേ മാധ്യമപ്രവർത്തകർ ഇറങ്ങിപ്പോകേണ്ടതുള്ളൂ. അല്ലെങ്കിൽ അവർക്കത് റെസിസ്റ്റ് ചെയ്യാം. ഈ അഭിഭാഷകർ പറഞ്ഞാൽ ഉടനെ ഓടി ഇറങ്ങേണ്ട കാര്യമാണ്. എന്തിന് മാധ്യമപ്രവർത്തകർ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. കയ്യേറ്റം ചെയ്തു അല്ല, അങ്ങനെ കയ്യേറ്റം ചെയ്തായിട്ട് ഇപ്പോൾ പറഞ്ഞില്ല. ഏറ്റവും പുതിയ വാർത്ത അങ്ങനെയാണ് വരുന്നത്. താങ്കളോട് പറയാൻ ഞാൻ വിട്ടുപോയത്. അങ്ങനെയാണെങ്കിൽ അതൊരു പുതിയ കാര്യമാണ്. കാര്യം ചീഫ് ജസ്റ്റിസും ചീഫ് മിനിസ്റ്ററും കൂടി വിചാരിച്ചാൽ പോലും പരിഹരിക്കാൻ കഴിയാത്തൊരു കാര്യമായി അഭിഭാഷകർ മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ സന്നദ്ധമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. നമുക്ക് എന്താണ് വിവരമെന്ന് ഞങ്ങളുടെ പ്രതിനിധി വഴി അറിയാം. ഷീജ, മാധ്യമപ്രവർത്തകർക്ക് വിജിലൻസ് കോടതിയിൽ ഇന്ന് നേരിട്ടത് എന്തൊക്കെ? അജിംഷാദ്, ഇന്നും ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ ആരെയും തന്നെ കോടതിയിലേക്ക് കയറ്റാത്ത ഒരു അവസ്ഥയാണ് തിരുവനന്തപുരത്തെ കോടതിയിലും നിലനിന്നിരുന്നത്. ഇന്ന് പ്രധാനമായും EP ജയരാജനെതിരായ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് മാധ്യമപ്രവർത്തകർ ഇന്ന് വിജിലൻസ് കോടതിയിൽ എത്തിയത്. എന്നാൽ കോടതി മുറിക്കുള്ളിൽ നിന്നാണ് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ 2 വനിതാ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കിവിട്ടത്. ഇതിൽ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ റിപ്പോർട്ടറെ കയ്യേറ്റം ചെയ്യാനും അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായി. ഒപ്പം തന്നെ ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു ഇവർ ഭൂരിഭാഗം പേരും മാധ്യമപ്രവർത്തകരെ നേരിട്ടത്. ഇത്തരത്തിൽ കോടതിക്കുള്ളിൽ കയറി പോകരുത് എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. നമുക്കറിയാം, നിരവധി തവണയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യം പരിപാലിക്കപ്പെടും എന്നുള്ള ഉറപ്പ് പലവട്ടമായി നൽകുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും കോടതിക്കുള്ളിൽ കയറി വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഇല്ല എന്ന് തന്നെയാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും അടിവരയിടുന്നത്. അജിംഷാദ്, അതായത് നാട് വളരെ നിർണായകമായി അറിയേണ്ട ചില നിമിഷങ്ങൾ കൂടി ഇത്തരം അഭിഭാഷകർ ഇങ്ങനെ ചീഫ് ജസ്റ്റിസും മുഖ്യമന്ത്രിയും ഒക്കെ തമ്മിൽ കൂടിയാലോചിച്ചതിന് ശേഷം എടുത്ത തീരുമാനങ്ങൾ പോലും അട്ടിമറിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കയ്യേറ്റം നേരിടേണ്ടി വന്നോ അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന്? ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ റിപ്പോർട്ടർക്കാണ് കയ്യേറ്റം നേരിടേണ്ടി വന്നത്. വനിതാ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്വരത്തിലായിരുന്നു അഭിഭാഷകർ സംസാരിച്ചത്. ഇവിടെ നിന്നും ഇറങ്ങിപ്പോകണം, അത് ജഡ്ജി പോലും കേൾക്കുന്ന തരത്തിലായിരുന്നു എന്ന് ഇവരുടെ ഒരു ആക്രോശം എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇതിനകത്ത് നിന്ന് കോടതി മുറിക്കകത്ത് നിന്നും ഇറങ്ങി പോകുന്നത് വരെ അവരുടെ ഈ പ്രതിഷേധം അവർ ഈ രീതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പോലീസും കോടതിയിൽ ഉണ്ടായിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ അഭിഭാഷകർ എല്ലാവരും നേരത്തെയും ഇതുപോലെ തന്നെയായിരുന്നു. വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി എത്തുന്ന സാഹചര്യത്തിൽ കോടതിക്കുള്ളിലേക്ക് കയറ്റാത്ത ഒരു സാഹചര്യം അത് ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നൊരു കേസ് കൂടി വരുന്ന സാഹചര്യത്തിലായിരുന്നു മാധ്യമപ്രവർത്തകർ കോടതിയിലേക്ക് എത്തിയത്. എന്നാൽ ഇവിടെ അതിനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനുള്ളിലേക്ക് കയറുന്നത് പോലും വിലക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണിത്. പ്രത്യേകിച്ചും കയറിയാൽ അത്തരത്തിൽ ഭീഷണികൾ, ഇവിടേക്ക് കയറരുത് എന്ന തരത്തിലുള്ള ഭീഷണികളാണ് അഭിഭാഷകരുടെ ഭാഗത്ത് നിന്നും പ്രധാനമായും ഉണ്ടാകുന്നത്. അജിംഷാദ്, തീർച്ചയായും വളരെ ഗൗരവമായ സാഹചര്യം. ഷീജ, ശ്രീ ഭാസുരേന്ദ്ര ബാബു, അങ്ങനെയാണ് അഭിഭാഷകർക്ക് മറ്റ് പൗരന്മാർക്ക് ഇല്ലാത്ത എന്ത് തരം അധികാരമാണ് ഭരണഘടനാ സ്ഥാപനമായ കോടതിയിലുള്ളത് എന്ന വലിയ ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഗൗരവമാകുന്നു. ശ്രീ ഭാസുരേന്ദ്ര ബാബു, കോടതി മുറിക്കകത്ത്
ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാനോ തീരുമാനമെടുക്കാനോ ഉള്ള അവകാശം, ആര് നിൽക്കണം, ആര് നിൽക്കാതിരിക്കണം, ആരെ ശിക്ഷിക്കണം, എങ്ങനെ ശിക്ഷിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന അവകാശം ജഡ്ജിനും മജിസ്ട്രേറ്റിനും മാത്രമാണ് ഉള്ളത്. ജഡ്ജി നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ല എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പം ഞാൻ പറയുന്നത് സത്യത്തിൽ ഇത് പഴയ ആദ്യഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രപതി ഇടപെട്ടൊരു കേസ്, സുപ്രീം കോടതി ഒരു കേസ് ഫയൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു കേസ്, അതുപോലെ തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മുഖ്യമന്ത്രിയും തമ്മിൽ സംസാരിച്ച് ചീഫ് ജസ്റ്റിസ് തന്നെ അതേ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞൊരു കേസ്, ഒരു വിഷയം. ആ വിഷയത്തെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ തരത്തിലുള്ള നിലപാട് ഈ അഭിഭാഷകർക്ക് സ്വീകരിക്കാൻ കഴിയുന്നുവെങ്കിൽ അവർ കോടതിയെ തന്നെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. കോടതിയെ അംഗീകരിക്കുകയും അതിനനുസരിച്ച് ശരിക്കും പെരുമാറുകേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്ത അഭിഭാഷകർ തന്നെ കോടതി നിലപാടുകളെ ബഹിഷ്കരിക്കുന്നു. അത് സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെയോ നിലപാടുകളെ ഡിഫേ ചെയ്യുമ്പോൾ അവർ അഭിഭാഷകരല്ലാതായി തീരുന്ന അവസ്ഥയിലേക്ക് സ്വയം മാറിയിരിക്കുന്നു. അത്തരമൊരവസ്ഥ സൃഷ്ടിക്കപ്പെടുകയാണ് വേണ്ടതെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അങ്ങനൊരവസ്ഥ സൃഷ്ടിക്കാനുള്ള അവസരം ഏറ്റവും എളുപ്പം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. അതായത് കോടതിയിൽ നിന്ന് ഇവർ പറഞ്ഞാൽ പുറത്തേക്ക് പോകാതിരിക്കുക എന്നതാണ്. ഇനി മാധ്യമപ്രവർത്തകരെ അടക്കം കയ്യേറ്റം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു, പോലീസ് നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും പോലീസിന് അവിടെ റോളില്ല എങ്കിൽ പോലും ജഡ്ജി അത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യം രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ, മുഖ്യമന്ത്രിയും ചീഫ് ജസ്റ്റിസും കൂടി തീരുമാനിച്ച് ഇതിനകത്തൊരു അറുതി വരുത്തുന്നു. അത്തരത്തിൽ കോടതി വളപ്പിലേക്ക് കയറുന്നതിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ തടയാൻ അഭിഭാഷകർക്ക് യാതൊരു അവകാശവുമില്ല എന്ന് അസന്നിഗ്ധമായി പറയുന്നു. എന്തിന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠ പോലും ഇത് ചർച്ചയാകുന്നു. രാഷ്ട്രത്തലവൻ പോലും ഈ വിഷയത്തിൽ ഇടപെടുന്നു. ഇതൊക്കെ കാറ്റിൽ പറത്തുന്ന ഒരു സമീപനം അഭിഭാഷകരുടെ കാര്യത്തിൽ നിന്ന് ഈ ഘട്ടത്തിൽ പോലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഏത് വിധത്തിലാണ് ഉയരേണ്ടത് എന്ന ചർച്ച കൂടി. അല്ല, ഒരു കാര്യം അതിന് ഉറപ്പിക്കപ്പെടാം അജിം ഷാദ്, അഭിഭാഷകരാണ് ഈ നിലവാരത്തിലുള്ള സുപ്രീം കോടതിയുടെ നിഗമനങ്ങൾ, അതുമാതിരി തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ നിലപാട്, ഇതിനെയൊക്കെ മുഖ്യമന്ത്രിയുടെ നിലപാട്, ഇതിനെയൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ട് അതിനെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അഭിഭാഷകരാണ്. അങ്ങനെ അഭിഭാഷകർ പോകുമ്പോൾ അതിനെ എങ്ങനെയാണ് സമീപിക്കുന്നത് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ അന്തിമ അഭിപ്രായം പറയേണ്ടത് അവർ കയറിയ കോടതിയിലെ ജഡ്ജാണ്. മറ്റാര് പറഞ്ഞാലും അവർ കേൾക്കാൻ ബാധ്യസ്ഥരല്ല. അവിടെ നിൽക്കുന്ന പോലീസുകാരൻ പോലും ബാധ്യസ്ഥരല്ല. അത്തരമൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് അവർക്ക് അവിടെ തന്നെ നിന്നുകൂടാ? ഇത്തരം കാര്യങ്ങൾ പോലീസ് പലപ്പോഴും പറയും അവിടെ നിൽക്കരുതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ പ്രതിഷേധിക്കുന്നവർ ചെയ്യുന്നത്? അവിടെ കുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ ഏതൊക്കെ തരം സമരങ്ങളാണ് നമുക്കറിയാവുന്നത്. എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകർ അതിലേക്ക് നീങ്ങുന്നില്ല എന്ന കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം കേരളം പോലൊരു സമൂഹത്തിൽ എന്തുകൊണ്ട് ഏതായാലും മാധ്യമപ്രവർത്തകരെ അടിയന്തരമായി ശിക്ഷിക്കേണ്ട യാതൊരു കാര്യവും കോടതികൾക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പം അത്തരം ഒരു സമീപനത്തിലൂടെ മാത്രമേ ഈ വക്കീലന്മാരെ നിലയ്ക്ക് നിർത്താൻ കഴിയുള്ളൂ എങ്കിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു സമര പോരാട്ടത്തിന്റെ തലമുറകളിലൂടെ കടന്നു വന്ന വ്യക്തി കൂടിയാണ് ഭാസുരേന്ദ്ര ബാബു എന്നതുകൊണ്ട് കൂടി അങ്ങനെ പറയാം. പക്ഷേ അങ്ങനെയല്ലല്ലോ. 1, 2, 3, 4 മാധ്യമപ്രവർത്തകരാകും ഈ വിഷയം നാടിനെ മുഴുവൻ അറിയിക്കാൻ അവിടെ എത്തുന്നത്. പക്ഷേ അഭിഭാഷകരാകട്ടെ ഒരു കൂട്ടമാണ്. നോക്കൂ, വനിതാ മാധ്യമപ്രവർത്തകർ ജഡ്ജിന്റെ മുമ്പിൽ കയ്യേറ്റം ചെയ്യുന്ന ഘട്ടത്തിൽ കോടതി മുറിക്കുള്ളിൽ അങ്ങനെ ഒരു സമരത്തിനുള്ള സാധ്യത എങ്ങനെ തുറക്കപ്പെടും? പ്രായോഗികമായി അത് വലിയ ബുദ്ധിമുട്ടല്ലേ? അല്ല, പോകാതിരിക്കുക എന്നതാണ്. അവിടെ നിന്ന് വിട്ടു പോകാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് മാധ്യമപ്രവർത്തകർക്ക് ഈ ഇഷ്യൂ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അവർ പുറത്തു വന്ന് ആളുകളോട് അവരുടെ ദൈന്യത നിറഞ്ഞ അവസ്ഥ വിശദീകരിക്കുക എന്ന ഒരു വഴിയാണ്. പക്ഷെ അതൊരു അന്തസ്സുള്ള വഴിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം നിരന്തരം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയും നിരന്തരം അതിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമരം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് അങ്ങനെയാണെങ്കിൽ മാധ്യമപ്രവർത്തകർ 4, 5 പേര് അടങ്ങുന്ന മാധ്യമ സംഘത്തിന് നേരെയാണ് ഇത്തരത്തിലൊരു സമീപനം ഒരു കൂട്ടം അഭിഭാഷകർ ഒന്നിച്ച് ചെയ്തതെങ്കിൽ, വനിതാ മാധ്യമപ്രവർത്തകരെ അടക്കം കൈയേറ്റം ചെയ്തതെങ്കിൽ അത് ഗൗരവമായ വിഷയം തന്നെയാണ്. ഷീജയിലേക്ക് നമുക്ക് പോകാം. ഷീജ, സ്വാഭാവികമായും ഉയരുന്ന സംശയം ഇങ്ങനെയാണ്. അതായത് രാഷ്ട്രപതി ഇടപെട്ടു, ചീഫ് ജസ്റ്റിസ് ഇടപെട്ടു, സുപ്രീം കോടതി, ഒപ്പം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. ഇതിലൊക്കെ ഒരു ക്ലിയറായി കാര്യങ്ങൾ വ്യക്തമാക്കി അങ്ങനെ ഒരു വിലക്കില്ല എന്ന്. എന്നിട്ടും ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ഇറങ്ങിപ്പോകണമെന്ന് ജഡ്ജിൻ്റെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോകേണ്ടതില്ല, അവിടെ നിൽക്കാമായിരുന്നില്ലേ എന്നാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു അടക്കം ചോദിക്കുന്നത്. ആ സാഹചര്യം ഒന്ന് വിശദീകരിക്കൂ. ഷീജ, തുടരാം.
അജിംഷാദ് പ്രധാനമായും ഇ.പി. ജയരാജനെതിരായ കേസ് പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായത്. അവർ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലേഖകനായിട്ടുള്ള പ്രഭാതിനെയാണ് ഷർട്ടിൽ പിടിച്ച് കയ്യേറ്റം ചെയ്യാനായി ശ്രമിച്ചത്. തുടർന്ന് രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകരും ഉണ്ടായിരുന്നു. അവരോടും ഭീഷണിയുടെ സ്വരത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോകാനായി ആവശ്യപ്പെട്ടു. എന്നാൽ ജഡ്ജിയുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ കയ്യേറ്റ ശ്രമങ്ങളും അതോടൊപ്പം തന്നെ ഭീഷണിയും ഉണ്ടായത്. ജഡ്ജി ഇടപെട്ടോ ഷീജ? റിപ്പോർട്ടറുടെ ഉടുപ്പിൽ പിടിക്കുന്നത് കണ്ടപ്പോഴാണ് ജഡ്ജി എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചത്. എന്നാൽ അവിടെ നിന്നും പുറത്തേക്ക് പോകാൻ ഒരു ആവശ്യം ഉന്നയിച്ചതല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ജഡ്ജിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല. അത്തരത്തിൽ പിന്നീടാണ് അവിടെ നിന്നും മാധ്യമപ്രവർത്തകരെ മുഴുവൻ അവിടെ നിന്ന് വിജിലൻസ് കോടതി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കിവിട്ടത്. ഇവിടെ കയറി പോകരുത് എന്നൊരു തരത്തിലുള്ള സ്വരത്തിലായിരുന്നു അവരുടെ ഭാഗത്ത് നിന്നുള്ള ഭീഷണി. ഇത് പലതവണ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതവണ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നതൊഴിച്ചാൽ മറ്റു തരത്തിലുള്ള ഇതിൽ ഒരു നടപടി മാത്രം ഉണ്ടാകുന്നില്ല. ഇപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് അവരുടെ ജോലി സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. കോടതിക്കകത്ത് കയറാൻ തന്നെ വിലക്കുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഷീജയിലേക്ക് എത്താം. ഇപ്പോൾ വിജിലൻസ് ആസ്ഥാനത്ത് നിന്ന് ജീവൻ കുമാർ കൂടി ചേരുന്നു. ജീവൻ, കോടതി മുറിയിൽ നിന്നും ലഭിക്കേണ്ട വിവരങ്ങൾക്ക് ഒരുപാട് പരിമിതി അഭിഭാഷകരുടെ ഇടപെടൽ കൊണ്ട് ഉണ്ടായ സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വിജിലൻസ് ആസ്ഥാനത്ത് നിന്ന് നമുക്ക് നൽകാനാകുന്ന വിവരങ്ങൾ എന്തൊക്കെ ഏറ്റവും പുതിയത്? ജീവ. അജിംഷാദ്, കോടതിക്കുള്ളിൽ നിന്ന് തന്നെ ചില വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഞാൻ പറയുന്നത് ഇ.പി. ജയരാജന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ്. ഇ.പി. ജയരാജന്റെ കേസുമായി ഇന്ന് രാവിലെ പരിഗണിച്ചപ്പോൾ അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് ആയ കെ.ഡി. ബാബുവാണ് ഇത് സംബന്ധിച്ചുള്ള വിജിലൻസിന്റെ നിലപാട് അറിയിച്ചത്. ഇതിൽ ഒരു പ്രാഥമിക അന്വേഷണം നടക്കുന്നതായി വിജിലൻസ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. തുടർന്ന് 17-ാം തീയതിക്കുള്ളിൽ ഇത് സംബന്ധിച്ച് ഏതൊക്കെ നടപടികളാണ് വിജിലൻസ് ഡയറക്ടർ എടുക്കുക എന്ന് കൃത്യമായി അറിയിക്കാൻ വിജിലൻസ് ജഡ്ജി ബദറുദ്ദീൻ ഉത്തരവിടുകയും ചെയ്തു. തുടർന്ന് UDF സർക്കാരിൻ്റെ കാലത്തെ ബന്ധു നിയമന വിവാദങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് കറിയ വിഭാഗ നേതാവായ A.H. ഹാഫിസ് ഒരു പരാതി നിലവിൽ വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയിരുന്നു. അതുകൂടാതെ വിജിലൻസ് ജഡ്ജി മുമ്പാകെയും നൽകിയിരിക്കുന്നു. ആ പരാതിയിൽ വിശദമായ വാദം കേൾക്കുന്നതിന് 17-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 പരാതികളിലും എന്ത് നടപടി നിലപാടെടുത്തു എന്ന് 17-ാം തീയതി അറിയിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർക്ക് ഇപ്പോൾ കോടതി ജീവൻ. അങ്ങനെയെങ്കിൽ ഇനി ഒരുപക്ഷെ ജീവൻ അങ്ങനെയെങ്കിൽ ഇനി ഉന്നതതല യോഗം, വിജിലൻസിന്റെ ഉന്നതതല യോഗം ചേരാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാകുമോ ഇനി നടക്കുക? അതേ സംബന്ധിച്ചുകൂടി നിലവിൽ ജേക്കബ് തോമസ് ഇവിടെ ഇല്ല. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് പുറത്ത് ഒരാവശ്യത്തിനായി പോയിരിക്കുകയാണ്. അദ്ദേഹം സെക്രട്ടേറിയറ്റിലാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അദ്ദേഹം തിരികെ എത്തിയതിനു ശേഷം മാത്രമേ ഇവിടുത്തെ യോഗം പുനരാരംഭിക്കുകയുള്ളൂ. നിലവിൽ യോഗം ആരംഭിച്ചിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ വിജിലൻസ് ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അജിംഷാദ്. തീർച്ചയായും ജീവൻ കുമാർ, ഈ ഘട്ടത്തിൽ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ആണ് മാധ്യമപ്രവർത്തകർക്ക് കോടതി വളപ്പിൽ നിന്നും കോടതിക്കുള്ളിൽ നിന്നും നേരിടേണ്ടി വന്ന, കോടതി വളപ്പല്ല കോടതിക്കുള്ളിൽ നിന്നും നേരിടേണ്ടി വന്ന ഗൗരവമായ സാഹചര്യം കൂടി. ഇപ്പോൾ നമ്മോടൊപ്പം മാധ്യമപ്രവർത്തകരുടെ പ്രതിനിധിയായ പ്രദീപ് പിള്ള കൂടി ചേരുന്നു. ശ്രീ പ്രദീപ് പിള്ള, അതായത് വളരെ നിർണായകമായ ഒരു കാര്യം ജനങ്ങൾ അറിയാനിരിക്കെ അത് ശേഖരിക്കാനായി കോടതിയുടെ വിവരങ്ങൾ നേരിട്ട് മനസ്സിലാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാനായി ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ ചെല്ലുന്നു. നിലനിൽക്കുന്ന എല്ലാ യാഥാർത്ഥ്യങ്ങൾക്കും വിരുദ്ധമായി ഒരു കൂട്ടം അഭിഭാഷകർ മാധ്യമപ്രവർത്തകരുടെ നേരിലേക്ക് കയ്യേറ്റം വരെ നടത്തുകയാണ്, അസഭ്യം പറയുകയാണ്, അതും ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ. എങ്ങനെ കാണണം ഇതിനെ? അല്ല, തീർച്ചയായിട്ടും ഇതൊരു ഒന്നാമതായി ഇതിന്റെ പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും നൽകിയ ഉറപ്പാണ് കോടതികളിൽ നിന്ന് വാർത്ത ശേഖരിക്കാനും അത് ജനങ്ങളിൽ എത്തിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാക്കും, ഇനി അതിനൊരു തടസ്സവുമില്ല എന്ന് പറയുമ്പോൾ അതിന് പോലും യാതൊരു വിലയും കൽപ്പിക്കാതെ ബലം പ്രയോഗിച്ച് കോടതിക്കുള്ളിൽ നിന്ന് ലേഖകരെ ഇറക്കി വിടുക, വനിതാ മാധ്യമപ്രവർത്തകരെ അടക്കമുള്ളവരെ ഭീഷണിപ്പെടുത്തുക, മറ്റുള്ളവരെ കയ്യേറ്റം ചെയ്യുക, കഴുത്തിൽ പിടിച്ചു തള്ളിയൊക്കെയാണ് ചിലരെ പുറത്താക്കിയെന്ന് പറയുന്നു. ജഡ്ജി അവിടെ ഇരുന്ന് ചോദിക്കുന്നു അവിടെ എന്താണ് ബഹളമെന്ന്. നമുക്കറിയാം, കോടതി നടപടികളിൽ വലിയ പ്രാവീണ്യമില്ലാത്തവർ പോലും കോടതി ഭ്രാന്തിയിൽ കയറുമ്പോൾ തികഞ്ഞ അച്ചടക്കം പാലിക്കാനും
ഈ കോടതിക്ക് അലക്ഷ്യം എന്ന് തോന്നുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കാനുള്ള അച്ചടക്കത്തോടു കൂടിയാണ് പുറത്തുനിന്നുള്ളത് അവിടെ ചെല്ലുന്നത്. അപ്പോൾ നിയമബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി എന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടർ പെരുമാറിയത് തികച്ചും ഒരു ഗുണ്ടായിസത്തിന്റെ ലക്ഷണമല്ലേ നമ്മൾ അവിടെ ഈ കാണുന്നത്. കോടതി വിലക്കിയിട്ടില്ല, ചീഫ് ജസ്റ്റിസ് വിലക്കിയിട്ടില്ല, ഇത് ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഒരു സംഘം വന്നിട്ട് ബലം പ്രയോഗിച്ചിട്ട് മാധ്യമപ്രവർത്തകരെ പുറത്താക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇതിന് പിന്നിൽ വളരെ വ്യക്തമായ ഒരു ഗൂഢാലോചനയുണ്ട്. കൃത്യമായി ഈ വാർത്ത ഈ കേസ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് പുറത്താക്കുന്നതിലൂടെ റിപ്പോർട്ടിങ്ങിൽ പോലും എന്തെങ്കിലും ദോഷം വരണം എന്ന് കൃത്യമായ ഉദ്ദേശമുണ്ടാകും. അല്ലെങ്കിൽ കോടതി പറഞ്ഞാലും മുഖ്യമന്ത്രി പറഞ്ഞാലും ചീഫ് ജസ്റ്റിസ് പറഞ്ഞാലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരുതരം ഹുങ്ക്. രണ്ടാണെങ്കിലും അത് രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയോട് ഉള്ള ഒരു കടുത്ത വെല്ലുവിളിയായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. അടിയന്തരമായി ഇതിന് പരിഹാരം കാണാൻ കോടതിയും സർക്കാരും ഇടപെടണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. രാഷ്ട്രപതിയുടെ മുമ്പിൽ വരെ പോയി ശ്രീ പ്രദീപ് പിള്ള ഈ വിഷയം, രാഷ്ട്രപതി പോലും ഈ വിഷയത്തിൽ അപലപിച്ചു. അങ്ങനെ വളരെ ഗൗരവമായി രാജ്യം തന്നെ, രാഷ്ട്രതലവൻ തന്നെ പറഞ്ഞൊരു സാഹചര്യം. അങ്ങനെയാണ് മുഖ്യമന്ത്രിയും ചീഫ് ജസ്റ്റിസും തമ്മിലുള്ള കൂടിയാലോചനയിലും അത്തരത്തിലൊരു വിലക്കേ ഇല്ല എന്ന് പറയുന്നത്. അഭിഭാഷകർക്ക് അവരുടെ തൊഴിലിടം എന്നതിനപ്പുറത്തേക്ക് കോടതി എന്ന ഭരണഘടനാ സ്ഥാപനത്തിനുള്ളിൽ സാധാരണ പൗരനുള്ള എല്ലാ അവകാശമേ ഉള്ളൂ. എന്നിരിക്കെ ഇങ്ങനെ പോകാൻ പറയുമ്പോൾ, ഇതൊക്കെ വസ്തുതയായിരിക്കെ പുറത്തു പോകാൻ പറയുമ്പോൾ കയ്യേറ്റവും അസഭ്യവും പറഞ്ഞുവെങ്കിലും പുറത്തു പോകാതെ നിങ്ങൾക്ക് അവിടെ ഇരിക്കാമായിരുന്നല്ലോ എന്നാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു ചോദിച്ചത്, മാധ്യമപ്രവർത്തകരുടെ പ്രതിനിധി എന്ന നിലയിൽ കൂടി. ശ്രീ പ്രദീപ് പിള്ള, ഭാസുരേന്ദ്ര ബാബുവിനൊക്കെ ഇങ്ങനെ ഇരുന്ന് അഭിപ്രായം പറയാൻ എളുപ്പമുണ്ട്. ഭാസുരേന്ദ്ര ബാബുവിനോട് ഒരു ദിവസം ഒന്ന് കോടതിയിൽ പോയി റിപ്പോർട്ട് ചെയ്യാൻ നോക്കും. ഒരു ദിവസം ധർണയോ അടിപിടിയോ ലാത്തി ചാർജോ നടക്കുമ്പോഴത്തേക്ക് അതിന്റെ നടക്കുന്ന നിന്നിട്ടുണ്ടോ ഈ ഭാസുരേന്ദ്ര ബാബുവൊക്കെ? അവിടെ നിന്നുകൊണ്ടായിരുന്നില്ല അടി കിട്ടുമ്പോഴത്തേക്ക്. ഇപ്പൊ ഇതുവരെ അടി കിട്ടിയവരുടെ അവസ്ഥ എന്താ? ഇന്നലെ തട്ട് കിട്ടിയവരുടെ അവസ്ഥ എന്താ? അവരുടെ പ്രസ് ക്ലബിൽ വന്ന് കാത്തിരിക്കുകയാണ്. ഇന്നലെ ക്യാമറ പൊട്ടിയവര്. ഇതൊക്കെ പിന്നെ AC മുറിക്ക് അകത്തിരുന്ന് അഭിപ്രായം പറയാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പാടില്ലായിരുന്നു. ജഡ്ജി പറഞ്ഞാൽ കേൾക്കാത്തവരാണ് അവിടെ കൈവയ്ക്കേണ്ടത്. അവരെ ശ്രീ പ്രദീപ് പിള്ള, ശ്രീ ഭാസുരേന്ദ്ര ബാബു ഇവിടെ ഉണ്ട്. ശ്രീ ഭാസുരേന്ദ്ര ബാബു ലാത്തിയടി കൊണ്ടിട്ടുള്ള ആളാണ്. തീർച്ചയായും അങ്ങനെ പറയുന്നത് ശരിയല്ല, അദ്ദേഹത്തിന്റെ പൂർവ്വകാല. അത് പോട്ടെ, വിഷയം നമുക്ക് വഴി മാറ്റണ്ട. അതായത് ശ്രീ പ്രദീപ് പിള്ള, വളരെ ഗൗരവമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ സംഘടനാപരമായി തന്നെ മാധ്യമപ്രവർത്തകർ നേരിടുന്ന ഈ വിഷയം കേവലം തൊഴിലിടത്ത് നേരിടുന്ന ഒരു പ്രശ്നം എന്നതല്ല, മറിച്ച് അറിയാനുള്ള പൗരന്റെ വലിയ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഒരു മാധ്യമപ്രവർത്തകന് നേരെയുള്ള കല്ല് അല്ലെങ്കിൽ തടസ്സം എന്നത്. അങ്ങനെയെങ്കിൽ ആ ഗൗരവത്തിലുള്ള മാനം ഒരുപക്ഷെ സംവിധാനങ്ങളെ അറിയിക്കാനും ക്രിയാത്മകമായി പ്രവർത്തിക്കാനുമുള്ള വലിയ ബാധ്യത കൂടി പത്രപ്രവർത്തക യൂണിയനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർക്കും ഉണ്ടാകുന്നു എന്ന വലിയ ചോദ്യം കൂടിയുണ്ട്. അതുകൂടി ശ്രീ പ്രദീപ് പിള്ള. തീർച്ചയായിട്ടും ഉണ്ട്. ഇതിനെല്ലാം തുടക്കം കുറിച്ചത് പിന്നെ പ്രസ് ക്ലബും പത്രപ്രവർത്തക യൂണിയനും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും തുടർന്ന് ബന്ധപ്പെട്ട അധികാരികൾ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിന്ന് ചീഫ് ജസ്റ്റിസിന്റെ കത്ത് പോയി. ഇതൊരു ഞെട്ടിപ്പിക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് ഹൈക്കോടതിയിലും തിരുവനന്തപുരം ജില്ലാ കോടതിയിലും എന്നുള്ളത് പോയി. തുടർന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇടപെട്ടിട്ട് അവിടെ നിന്ന് രണ്ട് പിന്നെ മുതിർന്ന ജസ്റ്റിസുമാരെ ഇവിടെ ചർച്ചയ്ക്ക് അയച്ചു. ഇതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി മുൻകൈ എടുത്തൊരു ചർച്ച തുടങ്ങി വെച്ചു. ഇതിനെല്ലാം അവസാനം വളരെ കൃത്യമായി തുറന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, ഈ ഇടപെടൽ എന്ന് പറയുന്നത് അനുവദിക്കാൻ പറ്റുന്ന സംഗതിയല്ല, ഇങ്ങനെ തടയുന്നത്, അങ്ങനെ തടയാൻ ഒരു അവകാശമില്ല. താങ്കൾ തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ ഇതിലൊരു ഉടമസ്ഥാവകാശം അഭിഭാഷകർക്ക് എവിടെ നിന്ന് വന്നു? കോടതിയിൽ ഒരു സാധാരണ പൗരനുള്ളതിനപ്പുറം ഒരു കേസ് വിളിക്കുമ്പോൾ ആ കേസിൽ ബന്ധപ്പെട്ട കക്ഷിക്ക് വേണ്ടി ഹാജരാകാൻ മാത്രമല്ലേ ഒരു അഭിഭാഷകന് അവിടെ അവകാശമുള്ളത്. അതിനപ്പുറമുള്ള ഒരു ഉടമസ്ഥാവകാശത്തോടുകൂടി, ധാർഷ്ട്യത്തോടുകൂടി, അഹങ്കാരത്തോടുകൂടി ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ മെക്കിട്ട് കയറുക, ഇറക്കി വിടുക എന്ന് പറയുന്നത് താങ്കൾ തന്നെ പറഞ്ഞ പോലെ അറിയാനുള്ള ഒരു അവകാശത്തിനുള്ള കടന്നുകയറ്റമാണ്. അതാണ് പ്രദീപ് പിള്ള, ആ ചോദ്യം തന്നെയാണ് വരുന്നത്. ശ്രീ പ്രദീപ് പിള്ള, താങ്കൾ ഫോണിൽ തന്നെ നിലനിൽക്കണം ദയവായി പ്ലീസ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതാണ്, അതായത് ഒരു മാധ്യമപ്രവർത്തകന് നേരെ നേരിടുന്ന തടസ്സം എന്നത് കേവലം ആ വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു തൊഴിലാളിക്ക് നേരെ ഉള്ള തടസ്സമല്ല, മറിച്ച് അതിനപ്പുറത്തേക്കുള്ള വലിയ മാനമുണ്ട്, അറിയാനുള്ള അവകാശത്തിൻ്റെയുള്ള കയ്യേറ്റമാണ് ഒന്നത്. രണ്ടാമത്തെ വിഷയം, ഭരണഘടനാ സ്ഥാപനം എന്ന കോടതിയെ ഒരു കൂട്ടം തൊഴിലാളികൾ മാത്രം അതിനെ കൈകാര്യം ചെയ്യുന്ന വലിയ ദ്രോഹം അവിടെ ഉള്ളടങ്ങിയിട്ടുണ്ട്. ഇതൊരു സാധാരണ പ്രശ്നമല്ല ശ്രീ ഭാസുരേന്ദ്ര ബാബു. അല്ല, ആ രംഗത്ത് അനീതി നടക്കുന്നുണ്ട് എന്ന കാര്യം ഇനിയും വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്തവണ്ണം ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അഭിഭാഷകർ അനീതി ചെയ്യുന്നു എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധം ഈ കാര്യങ്ങളിൽ എത്തിക്കുന്നതിൽ ശരിക്കും പ്രദീപ് പിള്ള അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ വിജയിച്ചിട്ടുണ്ട്. ശരിയാണ്. എൻ്റെ ചോദ്യം അതല്ല. അവർ അവിടെ കോടതിയിൽ ചെന്ന് എന്താണ് ചെയ്യുന്നത്? അവരുടെ കൃത്യനിർവഹണമാണ്. കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്താൻ ആരെയും അനുവദിക്കാൻ പറ്റില്ല. ഈ കൃത്യനിർവഹണത്തിനിടയിൽ
തടസ്സങ്ങൾ വന്നാൽ അതിനെ നേരിടേണ്ട ഉത്തരവാദിത്വവും കൃത്യനിർവഹണത്തിൽ പെടുന്നവർക്കുള്ളതാണ്. പലതരം ഫോംസ് ഉണ്ട് അതിന്. നേരത്തെ പറഞ്ഞതുമാതിരി പെറ്റീഷൻ മുതൽ റെസിസ്റ്റൻസ് വരെയുണ്ട്. എല്ലാ നിലവാരത്തിലും സാധ്യമാണ്. അതിന് കാരണം ഞാൻ കൃത്യമായി അവിടെ തന്നെ ഇരിക്കണമെന്ന് പറയുന്നത് ഞാൻ പോയി ഇരിക്കാതെ എന്ത് എന്ന് പ്രദീപുള്ള ചോദിക്കരുത്. കാരണം നേരിട്ട് അനുഭവിക്കുന്നവർ ഇരിക്കണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് കാരണം കഴിഞ്ഞ 2.5 മാസമായി ഒരു മുറവിളി മാതിരി, വിലാപം മാതിരി ആണ് മാധ്യമപ്രവർത്തകർ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ രാഷ്ട്രപതി ഇടപെടുന്നു, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു കേസ്, ഒരു ഹർജി അവിടെ നിലനിൽക്കുന്നു. അതുമാതിരി തന്നെ ചീഫ് ജസ്റ്റിസ് കൃത്യമായും, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നു, മുഖ്യമന്ത്രി അടക്കം ഇത് അനുവദിക്കുന്ന പ്രശ്നമില്ല. അതാണ് ശ്രീ പ്രദീപ് പിള്ള, പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ. അതാണ് മാധ്യമപ്രവർത്തകർ നേരിടുന്ന വലിയ അവകാശ ധ്വംസനത്തെ സംബന്ധിച്ച് കൂടിയാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞത്. ഒരിക്കൽ കൂടി ജേക്കബ് ജോർജ് കൂടി ചേരുന്നു. ശ്രീ ജേക്കബ് ജോർജ്, ഇതിനകത്ത് വേറൊരു മാനം കൂടിയുണ്ട്. ജഡ്ജി നിലനിൽക്കെയാണ് ചീഫ് ജസ്റ്റിസ് വരെ അംഗീകരിച്ച ഒരു കാര്യത്തെ അഭിഭാഷകർ അട്ടിമറിക്കുന്നത്. അത് ജഡ്ജി നിലനിൽക്കുമ്പോഴാണ് എങ്കിൽ, ജഡ്ജിയുടെ സാന്നിധ്യത്തിലാണ് അഭിഭാഷകർ ഇത്തരത്തിൽ പെരുമാറുന്നതെങ്കിൽ അതിനകത്ത് കാണേണ്ടത് എന്തൊക്കെ ശ്രീ ജേക്കബ് ജോർജ്? നേരത്തെ സെബാസ്റ്റ്യൻ പോൾ തന്നെ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, അഭിഭാഷകരോടൊപ്പം ചില ജഡ്ജിമാരും ഉണ്ട് എന്ന് ഹൈക്കോടതിയെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ചില ജഡ്ജിമാരുടെ പിന്തുണയില്ലാതെ ഇങ്ങനെ ഒരു കൂട്ടം അഭിഭാഷകർ ഇതുപോലെയുള്ള പ്രവർത്തനത്തിൽ മാധ്യമങ്ങളെ നിരോധിക്കുന്ന നടപടികളിലേക്ക് കടക്കുകയില്ല എന്ന് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. അദ്ദേഹം അഭിഭാഷകനാണ് എന്ന കാര്യം ഓർക്കണം. ഇവിടെ പത്രക്കാരെ തടഞ്ഞത് ഒരു കാരണവശാലും നീതീകരിക്കാനാവില്ല. ഇവിടെ അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായിട്ടുമില്ല. ആകെക്കൂടി സംഘർഷം ഉണ്ടായത് എറണാകുളം ഹൈക്കോടതിയിലാണ്. ഇവിടെ പത്രക്കാരെ തടയാൻ ഒരു കൂട്ടം അഭിഭാഷകർ ശ്രമിച്ചുവെങ്കിൽ അവർ നിയമം കയ്യിലെടുക്കുന്നവരാണ്. അവർ അഭിഭാഷകരല്ല. കർശനമായ നടപടി അവരുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ്. തീർച്ചയായും ശ്രീ പ്രദീപ് പിള്ള, അങ്ങനെ ഒരു മാനം കൂടിയുണ്ട്. അതായത് ജഡ്ജി നിലനിൽക്കെ, ജഡ്ജി കാണെ കോടതി മുറിക്കുള്ളിൽ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഒരുപക്ഷെ ജഡ്ജി ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള വസ്തുത രണ്ടാമത്തെ വിഷയം. എങ്കിൽ പോലും ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ പുറത്താക്കുമ്പോൾ അതെന്താണെന്ന് അന്വേഷിക്കേണ്ട ബാധ്യത ജഡ്ജിക്കുണ്ട്. കാരണം അദ്ദേഹം ഇരിക്കുന്നിടം തന്നെ കോടതിയാണെന്നിരിക്കെ ആ കോടതി മുറിയിലാണ് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ആ ജഡ്ജി ജുഡീഷ്യൽ സംവിധാനങ്ങൾക്ക് പോലും എതിരെ നീങ്ങി എന്നുള്ളത് അടക്കമുള്ള വലിയ ഗൗരവമായ വിഷയമുണ്ട്. അതിനൊക്കെ എതിരെ എന്തൊക്കെ നീക്കങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് നിയമപരമായി നടത്താനാകും? അല്ല, ഇതിപ്പോ ആദ്യം തന്നെ ഈ പറഞ്ഞ വളരെ ശരിയാണ്. ജഡ്ജി അറിഞ്ഞോ എന്നുള്ള ചോദ്യം ഉദിക്കുന്നില്ല. കാര്യം ജഡ്ജിയോട് പോയി പരാതി പറഞ്ഞു എന്ന് വനിതാ മാധ്യമപ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നും പാടില്ല എന്ന് പറയുന്ന അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ജഡ്ജിയുടെ ചേംബറിന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കാൻ ശ്രമിച്ചവരെയാണ് ബലം പ്രയോഗിച്ച് പുറത്താക്കിയിരിക്കുന്നത്. ജഡ്ജി അറിഞ്ഞോ എന്നുള്ള ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. ജഡ്ജി അറിഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് നടപടി ജഡ്ജി എടുക്കും? ഇത് രേഖാമൂലം നമ്മൾ ആവശ്യപ്പെടാൻ പോവുകയാണ്. ഇനി എന്ത് നടപടി ജഡ്ജി എടുക്കും? ജഡ്ജിയുടെ വിലക്കിനെ മറികടന്ന് ജഡ്ജിയുടെ മുന്നിൽ ഈ പെരുമാറ്റത്തിൽ പോലും ചെറിയ പ്രശ്നമുണ്ടായാൽ നടപടിയെടുക്കുകയും താക്കീത് നേരിടുകയും ചെയ്യുന്ന അത്രയും നമ്മൾ ബഹുമാനിക്കുന്ന ഇടമാണ് കോടതി എന്നാണ് ഞാനൊക്കെ ഇതുവരെ വിശ്വസിച്ചിരുന്നത്. ജഡ്ജി പറയുന്നതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് കൈയേറ്റം ചെയ്തു എന്നുണ്ടെങ്കിൽ അത് എന്ത് നടപടി? അതിനകത്ത് ഇപ്പൊ സർക്കാർ പോലും പറഞ്ഞത് കോടതിക്കകത്ത് നടപടി എടുക്കുന്നതിന് അല്ലെങ്കിൽ നിയമപരമായി പോലീസിനോ മറ്റെന്തെങ്കിലും നിയമ സംവിധാനത്തിനോ കയറുന്നതിന് പരിമിതികളുണ്ട്. ഹൈക്കോടതിയിലാണെങ്കിൽ ചീഫ് ജസ്റ്റിസും അതാത് കോടതികളിൽ അവിടുത്തെ പ്രധാന ജഡ്ജിയുമാണ് അതിന്റെ കാവലാൾ, അതിന്റെ അധ്യക്ഷൻ. അപ്പോൾ ജഡ്ജി എന്ത് നടപടിക്ക് ശുപാർശ ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ജില്ലാ ജഡ്ജി എന്ത് നടപടി എടുക്കും എന്ന് നമുക്ക് നോക്കാം. അത് രേഖാമൂലം ആവശ്യപ്പെടാം. ഇല്ലെങ്കിൽ ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞ പോലെ തന്നെ ഇനി നമുക്ക് അടുത്ത സ്വാതന്ത്ര്യ സമരത്തിനായിട്ട് ഇറങ്ങാം. ഒരു വട്ടം കൂടി എല്ലാവരോടും പറയാം, ഇത് അവസാനത്തെ അവസരമാണ്. അതാണ് എല്ലാ പരിധിയും ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഒരു തൊഴിൽ പരമാവധി ക്ഷമിച്ചു. തീർച്ചയായും ജേക്കബ് ജോർജ്, പ്രദീപ് പിള്ള പറഞ്ഞത് വളരെ നിർണായകമായ കാര്യം കൂടിയാണ്. എല്ലാ പരിധികളും ലംഘിച്ചു. ഒരു തൊഴിലാളി തൊഴിലെടുക്കുന്നിടത്ത് എന്ന മൗലിക അവകാശം മാത്രമല്ല, മറിച്ച് അറിയാനുള്ള ജനങ്ങളുടെ വലിയ അവകാശത്തിന്മേൽ, ഭരണഘടന ഉറപ്പു നൽകുന്ന വലിയ അവകാശത്തിന്മേൽ ഒരു കൂട്ടം അഭിഭാഷകർ ഇങ്ങനെ പ്രവർത്തിക്കാമെങ്കിൽ, അതിന് ജഡ്ജി പോലും നോക്കി നിൽക്കെ പ്രവർത്തിക്കാമെങ്കിൽ ആ വിഷയം മുമ്പോട്ട് വെക്കുന്ന ഗൗരവം വളരെ വലുതാണ്. അതിനെതിരെ വളരെ ജാഗ്രതായ, ജനാധിപത്യം അംഗീകരിക്കുന്ന രീതിയിലുള്ള വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് മാധ്യമപ്രവർത്തകർ പോകേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരല്ല, പൊതുസമൂഹം തന്നെയാണ് അവർക്ക് വേണ്ടി അത്തരം ഒരു പോരാട്ടത്തിലേക്ക് എത്തേണ്ടത് എന്ന കാര്യം കൂടിയില്ലേ ശ്രീ ജേക്കബ് ജോർജ്? അതെ. തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരോട് ഇവിടുത്തെ കുറെ അഭിഭാഷകർ കുറെ കാലമായി കാണിച്ചു തരുന്നത് ഒരു കാരണവശാലും പൊറുപ്പിക്കാനാവാത്ത കാര്യമാണ്. കാരണം പത്രക്കാരുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനവും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. പ്രതിപിള്ളയൊക്കെ അതിന്റെ
മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് അതെ 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 നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. ഒരു കാരണവശാലും പത്രക്കാർ ഒരു സാഹചര്യത്തിലും പത്രക്കാർ അതിരുവിട്ട് പെരുമാറിയിട്ടില്ല. എല്ലാം സഹിച്ചു. നമ്മളെ കൊണ്ട് പോവുകയുമില്ല. വിജിലൻസ് കോടതിയിൽ കാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്നത് പറഞ്ഞോളൂ ശ്രീ ജേക്കബ് ജോർജ്, കേൾക്കാം. അഭിഭാഷകരുടെ ഏകപക്ഷീയമായ കാടൻ നീതി നടപ്പാക്കലാണ്. ഇവരെ അതിന് ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇവർക്കെതിരെ ഭരണകൂടം തന്നെ മുന്നിട്ട് വരണം. കേരള സമൂഹം പത്രക്കാരെ സംരക്ഷിക്കാൻ കേരള സമൂഹത്തോട് നമുക്ക് ആവശ്യപ്പെടേണ്ടി വരും. പ്രദീപ് പിള്ളയും അത് തന്നെ മുന്നിട്ടിറങ്ങും എന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. അതാണ് പ്രദീപ് പിള്ള, നമ്മൾ വഞ്ചിയൂർ കോടതിയിലൊക്കെ വലിയ അക്രമം മാധ്യമപ്രവർത്തകർക്കെതിരെ അഭിഭാഷകർ നടത്തിയതൊക്കെ അതിനിടയിൽ മുമ്പിൽ നിന്ന വ്യക്തി കൂടി എന്ന നിലയിൽ കൂടിയാണ് ശ്രീ പ്രദീപ് പിള്ള താങ്കളോട് ചോദിക്കുന്നത്. അതായത് ഇത്തരം ഒരു വലിയ മാനം, കോടതിക്കുള്ളിൽ ഞങ്ങൾ 10 പേർ കൂടുതൽ ഉണ്ടെങ്കിൽ കാണിക്കുന്ന, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തിണ്ണമെടുക്ക്, ഇത്തരത്തിലൊരു വലിയ അവകാശത്തിന് മേൽ കാണിക്കുകയാണ് അഭിഭാഷകർ. അങ്ങനെയാണെങ്കിൽ അത് പൊതുജനങ്ങളുടെ വലിയ അവകാശം നിഷേധിക്കുന്നതാണ്. അഭിഭാഷകരും സ്വാഭാവികമായി പുറത്തെത്തി സാധാരണ ജീവിതം നയിക്കുന്നവരാണ്. അവരുടെ സ്വാഭാവികമായ പ്രക്രിയകളിൽ നിന്ന് ജനാധിപത്യ മാർഗത്തിൽ തടയുന്നതിലേക്ക് പൊതുജനങ്ങളെ രൂപീകരിക്കുന്ന വലിയ ദൗത്യം സംഘടനാപരമായി നിങ്ങളുടെ മേലെത്തുന്നു ശ്രീ പ്രദീപ് പിള്ള. തീർച്ചയായിട്ടും ഇവിടെ ഒരു കാര്യം ഇവർ മനസ്സിലാക്കേണ്ടത്, തിരുവനന്തപുരത്ത് ജില്ലാ ജഡ്ജിയുടെ ഭാഗത്തു നിന്നൊരു അഭ്യർത്ഥന ഉണ്ടായി. കുറച്ച് ദിവസത്തേക്ക് ഇതിനൊരു സംവിധാനം, പറഞ്ഞാൽ കേൾക്കാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇവിടെയുണ്ട്, എടുത്തു ചാടുന്നവരൊരു കൂട്ടമുണ്ട്. അവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ഈ കോടതിയിലെ മീഡിയ റൂം തുറക്കാനുള്ള സാവകാശം തരണം, സാഹചര്യം തരണം. കൈരളി പീപ്പിൾ ചാനൽ ഉൾപ്പെടെയുള്ള എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ, മറ്റു ചാനലിലുള്ളവരെ 2 ദിവസമെങ്കിലും ഞാൻ പറഞ്ഞു 2 ദിവസം ഒന്ന് ക്ഷമിക്കും, വാർത്ത ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഇങ്ങനൊരു അഭ്യർത്ഥന വെച്ചപ്പോൾ നമ്മളത് മാനിച്ചു. രണ്ട് ജസ്റ്റിസുമാർ വന്നിട്ട് പറയുന്നു, നിങ്ങളായിട്ട് പ്രകോപനം ഉണ്ടാക്കരുത്, കൃത്യമായി നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി തരാം എന്ന് പറയുന്നു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചു കൂട്ടുകയും ചർച്ച നടത്തുകയും ധാരണയിലെത്തുകയും പലവിധ കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഉള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തത്. ഇതിലൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, പൂർവാധികം ഹുങ്കോടുകൂടി ഇവർ നമ്മൾ